ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സജൂസ് വ്ലോഗ്. ഞങ്ങളുടെ കക്ക പറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കടപ്പുറത്തേക്ക്. അതൊക്കെ ചാക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിട്ടാവോ ഒന്നും അറിഞ്ഞൂടാ. കക്ക വരുമ്പോൾ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് ടജുക്ക വന്നിട്ടുള്ളത്. എല്ലാ സെറ്റപ്പോടാണ് മൂപ്പരാൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഡ്രസ്സൊക്കെ കാണുന്നത്, എടുത്ത് കൈ പിടിച്ചതൊക്കെ. അപ്പം എനിക്ക് കാണിച്ചു തരായിരുന്നു. പിന്നെ ചാക്കൊക്കെ ആയിട്ടാണ് വരവ്. കിട്ടുമോ ആവോ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ അവിടെ ഒരു ഭാഗത്ത് വെച്ചുട്ടാ. പിന്നെ ആ പോകുന്ന നായ്ക്കുട്ടിയില്ലേ, അത് അജുക്കയുടെ ഫ്രണ്ടാണ് കേട്ടോ. അജുക്ക എവിടെ ഉണ്ടെങ്കിലും ആൾ ഓടിയെത്തും. ഇത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അജുക്ക ചോറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ പിന്നെ ആ ഒരു നന്ദി അതെപ്പോഴും കാണിക്കും കേട്ടോ. അജുക്കയുടെ വണ്ടിയുടെ ഒച്ച കേട്ട് അപ്പം ഓടി വരും. നല്ല സ്നേഹമാണ് ആൾ. അങ്ങനെ എന്താ അജുക്ക അങ്ങോട്ട് പോയപ്പോൾ അജുക്കയുടെ പിന്നാലെ ആളും പോകുന്നുണ്ട്. അജുക്ക ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതാണ് കേട്ടോ. എന്താ ചെന്ന പാടന്നെ അനിയനൊരു കക്ക കിട്ടിയിട്ടാ. എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ തിര വന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ കുഴി കുത്തിയത് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 കൈ കിട്ടിയേട്ടാ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഒരു വാരിൽ തന്നെ 4-5 കിട്ടി എനിക്ക്. പിന്നെ ഇവിടെ മദാമ്മമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ മുടക്കായിരുന്നല്ലോ, ഹർത്താൽ. എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തൂവാനെ കുറച്ച് നേരം മണ്ണിലൊക്കെ ഒന്ന് ഇരുത്തി കളിപ്പിച്ചിട്ടാ. അപ്പോൾ കുറച്ച് നേരം തന്നെ ആൾ ഇരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഇരുത്തി കളിപ്പിക്കുന്നതാണ്. എന്താ ഞാൻ കക്ക ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ. തൂവാനെ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ട് കുറച്ച് നേരം എനിക്കും കക്ക പറക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിങ്ങനെ കുഴി കുത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ. കുഞ്ഞന്മാരാണ്, നല്ല പണിയാണ് ആൾ ഇത് നന്നാക്കി എടുക്കാൻ. പക്ഷേ ഇതിങ്ങനെ കക്ക ഇങ്ങനെ പറക്കാൻ ഒരു വൈബും അത് വേറെ തന്നെയാണ് കേട്ടോ. എന്താ അതൊക്കെ ഞാൻ കൊണ്ട് കവറിലിടട്ടെ. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്നിട്ട് കക്ക വരുന്നുണ്ട്. ഇങ്ങനത്തെ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അതിലാണ് കേട്ടോ ഇങ്ങനെ മണ്ണിങ്ങനെ കോരിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൽ കക്ക കിട്ടും കേട്ടോ. പിന്നെ എന്താ അതും എൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആൾ കരഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ എടുത്ത് കുറച്ച് നേരം കടൽ തീരത്ത് ഇരുത്തിയിട്ടാണ്. പിന്നെ എന്താ അജുക്കിങ്ങനെ ആ മാരി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ കക്ക. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറേ കിട്ടും. കൈയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ. ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ കിട്ടും കേട്ടോ. സമ്മതിക്കുന്നില്ല കക്ക എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും മാമി ഇവിടെ ഇരിക്കേ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നു അല്ലേ നീ? ആമി മണ്ണി കടിച്ചാണോ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേന്നാ മുപ്പരകൾ പറയണേ. ചപ്പേച്ച് ചെയ്യണേ. ആമിന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ. എങ്ങനെ വിളിച്ചാമി? കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ആമി? ഞാൻ ഫോണോട് എടുത്തേക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ എൻ്റെ ഫോണ് പോകും വെള്ളത്തിൽ. എന്നെ കൊണ്ട് ഇവിടെ കക്കെടുക്കാൻ സമ്മതിപ്പിക്കുന്നില്ല പള്ളിപ്പെണ്ണ്. കക്ക എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടാ. നല്ല കക്കെടുക്കെല്ലാം ഉണ്ടാ. ഞങ്ങൾ ഇവിടെ കളിക്കലും. അവിടെ അനിയനും ഭാര്യയായിരുന്നു കക്കെടുക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ആമിതായി ഇങ്ങനെ കടലിൽ നോക്കി സൂര്യാസ്തമയം നോക്കി. അല്ല ആമി അജുക്കട കക്കെടുക്കൽ ഇവിടെ തകൃതിയായി നടക്കണുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെന്ന് നോക്കിയത് എന്തോരായി എന്നൊക്കെ. കുഞ്ഞന്മാരാണ്, പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഇതുപോലെ ലീവ് കിട്ടുന്ന സമയത്തല്ലേ എല്ലാവർക്കും കൂടെ ഒക്കെ ഒന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ നമുക്ക് അത്യാവശ്യം കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തൂവ ഭയങ്കര അലമ്പായി. അപ്പം പിന്നെ നമ്മൾ അവിടുന്ന് ഇത്രയും മതിയെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ടാ. പിന്നെ ഇത് നന്നാക്കാൻ തന്നെ 4 പേരിരുന്നാലും തീരൂല കേട്ടോ. പക്ഷെ നന്നാക്കി കഴിഞ്ഞാലോ കുറച്ചും ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ഇങ്ങനത്തൊക്കെ കഴിഞ്ഞതാ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ അത് ഉണ്ണിയുടെയും അജുക്കയും അവരൊക്കെ ഒന്ന് കുളിച്ചിട്ട് കയറിയിട്ടാ. മേലുള്ള മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അതൊക്കെ ഇതാക്കി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വീടൊക്കെ എത്തി കുളിച്ച് നേരെ കക്ക നല്ലോണം കഴുകി അടപ്പത്തിട്ടിട്ടാ. ഇതാ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം.
പിന്നെ കുഞ്ഞു കക്കകളാണ് കേട്ടോ. എന്താ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നന്നാക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ കൂടെ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു 8:30 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയി തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ സെറ്റാക്കി വെച്ചതാ നമ്മുടെ അടുപ്പത്ത്. സവാളയും ഇത്തിരി ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് കറിക്ക്. പിന്നെ ആ ഗ്യാപ്പിൽ കൂടെ ഞാൻ കക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടാണ്. ഇത് മാങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കക്ക പുഴുങ്ങിയ വെള്ളമില്ലേ അത്, പുളിയും അതേപോലെ തന്നെ നമ്മുടെ കുത്തുമുളകും കക്ക വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പ് ഇതിൽ ഓൾറെഡി നമ്മൾ പുഴുങ്ങുമ്പോൾ ഉപ്പിടുമല്ലോ. പിന്നെ ഇത് മാങ്ങ ഒക്കെ ഇട്ടു കിട്ടുക ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ മാങ്ങ ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ ഇങ്ങനെ താക്കി ഇങ്ങനെ കണ്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്, ചോറിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സവാളൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അത് 2 മിനിറ്റ് വേവിച്ചപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവാൻ വെക്കുന്നുണ്ട്. അതവിടെ കിടന്ന് വേവട്ടെ. ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് കക്ക കായാൻ പറ്റാം. ഞാൻ വിചാരിച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാന്ന് കേട്ടോ. അവിടെ തൂവാ സൗണ്ട് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് കുഞ്ഞാണ് കേട്ടോ കടൽക്കക്ക. നമ്മുടെ പുഴക്കക്കനെ അപേക്ഷിച്ചിട്ട് വളരെ കുഞ്ഞാണ്. അങ്ങനെ അതൊക്കെ കായം പരട്ടി ഞങ്ങളുടെ എണ്ണ ചൂടാക്കി അതിൽ ഇട്ടിട്ടാ. ഇത് പൊരിഞ്ഞ് വന്നാൽ ഇത്രക്കും ഉണ്ടാവില്ല. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാന്ന് വെച്ചു. അപ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഇപ്പുറത്തെ ചട്ടിയിൽ നമ്മുടെ മസാലയും നല്ലോണം വാടുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം ഇളക്കിയൊക്കെ കൊടുത്ത് ഞാൻ മസാല നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രൈ ആയതൊക്കെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.